UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ആശാമാർക്ക് 2000 രൂപ അധികമായി നൽകണമെന്ന UDF സർക്കുലർ അക്ഷരാർത്ഥത്തിൽ LDF സർക്കാരിനെതിരായുള്ള സർജിക്കൽ സ്ട്രൈക്കായി മാറിയിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ, തൃശൂർ ജില്ലയിലെ പഴയന്നൂർ എന്നീ പഞ്ചായത്തുകൾ ആശാ വർക്കർമാർക്ക് നിലവിൽ ലഭിക്കുന്ന 7000 രൂപയ്ക്ക് പുറമെ 2000 രൂപ കൂടി അധികമായി നൽകാൻ തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് UDF സംസ്ഥാന തലത്തിൽ ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളാൻ തീരുമാനമെടുത്തത്. പഞ്ചായത്തുകളുടെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്നത്. 1 രൂപ പോലും ആശാമാർക്ക് വർദ്ധിപ്പിച്ച് നൽകില്ലെന്ന നിലപാട് സ്വീകരിച്ച സർക്കാരിനും CPM-നും കനത്ത തിരിച്ചടിയായി മാറുകയാണ് UDF-ന്റെ ഈ പുതിയ നീക്കം. കോൺഗ്രസ് ഭരിക്കുന്ന റാന്നി താലൂക്കിലെ വെച്ചൂച്ചിറ പഞ്ചായത്തിലാണ് ആശാമാർക്ക് അധിക വേതനമായി 2000 രൂപ നൽകാനുള്ള നീക്കം ആദ്യമായി നടപ്പിലാക്കിയത്. ഈ പഞ്ചായത്തിലെ 15 വാർഡുകളിലായി 15 ആശാപ്രവർത്തകരാണുള്ളത്. ഇതിനായി 5 ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവെച്ചിട്ടുമുണ്ട്. അവർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്താനും 2 ജോഡി യൂണിഫോം നൽകാനും നീക്കിവെച്ചതിൽ നിന്നും തുക ചെലവഴിക്കുമെന്നും അവരറിയിച്ചു. ഇത് നടപ്പാക്കണമെങ്കിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം നേടിയെടുക്കണം. പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ചെലവാക്കുന്നതിൽ ജില്ലാ ആസൂത്രണ സമിതിയുടെ എതിർപ്പുണ്ടാകില്ലെന്നാണ് പഞ്ചായത്തിൻ്റെ പ്രതീക്ഷയെന്നും പ്രസിഡന്റ് TK ജെയിംസും അഭിപ്രായപ്പെടുന്നു. വെച്ചൂച്ചിറ പഞ്ചായത്തിന് പിന്നാലെയാണ് പഴയന്നൂരും 2000 രൂപ അധികമായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പഞ്ചായത്തിലെ 31 ആശാമാർക്കായി 8 ലക്ഷം രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. നിലവിൽ UDF-ന് 325 ഗ്രാമപഞ്ചായത്തുകളിൽ അധികാരമുണ്ട്. ആശാമാർക്ക് അധിക വേതനം നൽകാനുള്ള മുന്നണി തീരുമാനം രാഷ്ട്രീയമായി UDF-ന് വൻ മേൽക്കൈ നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം അധിക വേതനം നൽകാനുള്ള UDF പഞ്ചായത്തുകളുടെ തീരുമാനത്തെ സാങ്കേതികത്വം പറഞ്ഞ് എതിർക്കുന്നത് തിരിച്ചടിയാകുമെന്ന ഭയത്തിലാണ് CPM. ഏറ്റവും അടിത്തട്ടിൽ പൊതുജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആശാമാർക്ക് UDF നൽകുന്ന ആനുകൂല്യം തടസ്സപ്പെടുത്തിയാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്നുള്ള ഭയത്തിലാണ് LDF. സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുള്ള UDF-ന്റെ ഈ തീരുമാനത്തിൽ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് CPM.